കഴിഞ്ഞ ദിവസം നമ്മൾ കുട്ടികൾ ഉറക്കത്തിൽ സ്വപ്നം കണ്ട് ഉണർന്നിരുന്ന കരയുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു. അത് നൈറ്റ് മെയർ എന്നാണ് നമ്മൾ പറയാ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നൈറ്റ് ടെററിനെ കുറിച്ചിട്ടാണ്. സോ ഹായ് ദേർ, ദിസ് ഇസ് ഡോക്ടർ ആര്യ ദേവി. ഈ ഒരു നൈറ്റ് ടെറർ എന്ന് പറയുന്നത് കുട്ടികൾ ഉറങ്ങി തുടങ്ങുന്ന സമയത്ത്, അതായത് ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് ഇത് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അവർ ഡീപ്പായിട്ടുള്ള ഒരു സ്ലീപ്പിൽ തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് ഓടി ചെന്ന് കഴിഞ്ഞാലും അവർക്ക് നമ്മളെ മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ ഒന്നും സാധിക്കുന്നതല്ല. ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങൾ നന്നായിട്ട് പേടിച്ച് ഉറക്കെ കരയുന്നുണ്ടാവും. അതുപോലെ തന്നെ അവർ നന്നായിട്ട് വിയർക്കുന്നുണ്ടാവും, അവർ വിറയ്ക്കുന്നുണ്ടാവും, അവരുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടിയതായിട്ട് അല്ലെങ്കിൽ ശ്വാസം എടുക്കുന്ന താളമൊക്കെ വളരെ വേഗത്തിലാവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. നൈറ്റ് ടെറർ ഉണ്ടാകുന്ന സമയത്ത് കുട്ടികൾ പലപ്പോഴും ബെഡിന്റെ പുറത്തേക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ അവരെ പിടിക്കുകയാണെങ്കിൽ അവര് നമ്മുടെ കൈയൊക്കെ തട്ടി മാറ്റിയേക്കാം. അവർക്ക് അപകടമൊന്നും ഉണ്ടാവാതെ നമ്മൾ നോക്കണം. പക്ഷെ നമ്മൾ ഈ ഒരു സമയത്ത് അവരെ ഉണർത്താനായിട്ട് പാടില്ല. ഉണർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നീണ്ടു നിൽക്കാനായിട്ട് ചാൻസ് ഉണ്ട്, കുറച്ചുകൂടെ നേരം നീണ്ടു നിൽക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. പേരൻസിന് പലപ്പോഴും ഇത് വളരെയധികം ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത് ഫേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞുങ്ങള് ഇതിനെക്കുറിച്ച് പിന്നീട് ഓർക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇത് കുഞ്ഞിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമേ അല്ല. അപ്പോ നമ്മൾ ഈ ഒരു സമയത്ത് വളരെ കൂളായിട്ട് തന്നെ ഇത് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം. ചെറിയ കുട്ടികളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. പ്രീ സ്കൂളേഴ്സിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇനിയിപ്പോ ഇത് വളരെ ഫ്രീക്വന്റ് ആയിട്ട് വരുന്നുണ്ട്. കുഞ്ഞിന് തീരെ ഉറക്കം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഡെയിലി ലൈഫിനെ ഇത് സാരമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഡോക്ടറുമായിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാവുന്നതാണ്.